ശ്രീ കുഞ്ഞികൃഷ്ണൻ നമുക്കൊപ്പം വീണ്ടും ചേർന്നുണ്ട്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, എന്താണ് ഈ കാസർഗോഡ് ജില്ലയോട് ഏത് മേഖല എടുത്താലും, അതിന് ആശുപത്രി ആയിക്കോട്ടെ, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള കേന്ദ്രങ്ങളായിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, ഏത് മേഖലയിലും വല്ലാത്തൊരു അവഗണന എല്ലാ കാലവും ആ ജില്ല നേരിടേണ്ടി വരുന്നുണ്ടോ? താങ്കൾക്ക് പറയാം. നമസ്കാരം. ഇത് ഈ ഒരു ന്യൂസ് 18 ഒരു പൊതുവേദിയിലൂടെ ഈ ഒരു അജണ്ട ചർച്ച ചെയ്യാനെടുത്ത തീരുമാനത്തിന് ആദ്യം ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇവിടെ യാത്ര ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. ഈ കാസർഗോഡ് ജില്ലയുടെ ഈ പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് വരുമാനം കുറവ് എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ 2023 മുതൽ 24 വരെയുള്ള ഒരു കണക്ക് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാസർഗോഡ് ജില്ലയിൽ മാത്രം, അല്ലെങ്കിൽ കാസർഗോഡ് സ്റ്റേഷനിൽ നിന്ന് മാത്രം 28.71 ലക്ഷം യാത്രക്കാരാണ് ഈ ഒരു വർഷം കയറിയത്. അതുകൂടാതെ 49.70 കോടി രൂപ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വരുമാനം കുറവ് എന്ന് പറയുന്നത്. അതേപോലെ തൊട്ടടുത്ത കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ നിന്ന് 22.10 ആളുകൾ കയറിയിട്ടുണ്ട്, ലക്ഷം ആളുകൾ യാത്രക്കാരായി കയറിയിട്ടുണ്ട്. അതിൽ നിന്ന് വരുമാനം എന്ന് പറയുന്നത് 18.81 കോടി രൂപയാണ്. അങ്ങനെ ഓരോ സ്റ്റേഷനും, നീലേശ്വരത്തായാലും ചെറുവത്തൂരായാലും നല്ല വരുമാനം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ വരുമാനത്തിനനുസരിച്ചുള്ള യാത്രാ ക്ലേശം പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, നിങ്ങൾ ചിലപ്പോൾ ഒരു വാഗൺ ട്രാജഡിക്ക് സമാനമായിട്ടുള്ള ഒരു യാത്രയാണ് പല ആളുകൾക്കും അനുഭവപ്പെടേണ്ടി വരുന്നത്. വളരെയധികം കഷ്ടപ്പാടാണ്. ശരിക്കും പറഞ്ഞാൽ പരമാവധി 108 യാത്രക്കാർക്ക് അനുവദിക്കപ്പെട്ട ജനറൽ കോച്ചുകളിൽ അതിന്റെ 2-3 ഇരട്ടി ആളുകളാണ് ഓരോ യാത്രയിലും ഉണ്ടാവുന്നത്. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത കുട്ടികളൊക്കെ കയറി ഈ വണ്ടിയിൽ കയറുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസം അനുഭവിക്കുന്ന എത്രയോ നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ കാസർഗോഡ് വരെ യാത്ര എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കണ്ണൂർ വരെയാണ് യാത്ര. നിങ്ങൾ ചിലപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിന് വടക്കോട്ടുള്ള ചെറുദൂര യാത്ര എന്ന് പറഞ്ഞാൽ അതികഠിനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സൂചി കുത്താൻ സ്ഥലമില്ലാത്തൊരവസ്ഥയുണ്ട്. രാത്രി ഒരു 7 മണിക്ക് ശേഷം പിന്നെ കാസർഗോഡേക്ക് ട്രെയിൻ ഇല്ല. നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ. കണ്ണൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി യാത്രയില്ല. 7 മണിക്കൂർ കണ്ണൂർ നിന്നിട്ട് വേണം നമുക്ക് യാത്ര നടത്താൻ. അത്രയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇനിയിപ്പോ വരുന്ന പറഞ്ഞാൽ കണ്ണൂർ എക്സ്പ്രസ് ആണ്. ആ കണ്ണൂർ എക്സ്പ്രസ് കണ്ണൂർ നിർത്തിയിടുന്നു. 10:10 വരുന്നത്. ആ 10:00 കണ്ണൂർ എക്സ്പ്രസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ KSRTC ബസ് പിടിക്കാൻ വേണ്ടി ആളുകളുടെ ഓട്ടാണ്. ആ KSRTC ബസ് പോയാൽ പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നീട് വരുന്നത് വന്ദേ ഭാരതാണ്. വന്ദേ ഭാരത് കണ്ണൂർ 11 മണി 11:05 അത് കണ്ണൂർ എത്തുന്നത്. പിന്നെ അതിനിടയിൽ വേറെ സ്റ്റോപ്പില്ലല്ലോ, കാസർഗോഡാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം ഏറ്റവും പ്രധാനമായ ഒരു വിഷയം, ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയുള്ള വിഷയം, ഇതിപ്പോ ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അതിവേഗ പാത വരുന്നു. ആ അതിവേഗ പാത വരുമ്പോ ആ പാതയിൽ കാസർഗോഡിനെ ഉൾപ്പെടുത്താതെ, അല്ലെങ്കിൽ കാസർഗോഡ് വരെ നിൽക്കാതെ, അതായത് കണ്ണൂർ വരെ മാത്രം നിന്നു പോകുന്നു പറയുന്നത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശത്ത് അതിനും കൂടി അവഗണനയാണ്. ആ അവഗണന എന്തായാലും പരിഹരിക്കണം. ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരണം, വളരെ സജീവമായിട്ടുള്ള ചർച്ച കൊണ്ടുവരണം. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളോടുള്ള ഈ അവഗണന എന്തായാലും നമുക്ക് തിരുത്തി കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. അതിനുവേണ്ടി എല്ലാ ആളുകളും നേരത്തെ പറഞ്ഞതുപോലെ, ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞതുപോലെ, അത് ഒറ്റക്കെട്ടായി എല്ലാ ആളുകളും ഇതിനു വേണ്ടി പോരാടണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി നമുക്ക് പരമാവധി ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശരി, താങ്കൾ വളരെ വിശദമായി തന്നെയാണ് കാസർഗോഡിൻ്റെ എങ്ങനെയാണ് അവഗണനയ്ക്ക് കാരണമായി അധികാരികൾ പറയുന്ന ന്യായങ്ങൾ, ആ ന്യായങ്ങൾ തെറ്റാണ് എന്നതുകൂടി സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞത്. താങ്കളുടെ അഭിപ്രായത്തിന് പ്രത്യേക നന്ദി ശ്രീ കുഞ്ഞികൃഷ്ണൻ. ശ്രീ ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് ഈ കാസർഗോഡിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് അറിയാവുന്ന ആളാണോ? ഞാൻ അവിടെ എപ്പോഴും ഈ സെയിൽ ഫീൽഡിൽ ഉണ്ടായിരുന്ന കാലത്ത്, ഇപ്പൊ കുറെ വർഷമായിട്ടില്ലല്ലോ, ഞാൻ റിട്ടയറൊക്കെ ആയിട്ട് വർഷങ്ങളായില്ല, അങ്ങോട്ട് ട്രാവൽ ചെയ്തിരുന്നതാണ്. അവിടെ നമുക്ക് ഈ സെയിൽ സ്റ്റാഫിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടുക പറഞ്ഞാൽ വലിയ പാടാണ്. ചിലവരുടെ ഷോപ്പിൽ നമ്മൾ സാധനം വിൽക്കാൻ ചെല്ലുമ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും സർക്കാർ ഓഫീസിൽ ചെന്നാൽ തന്നെ എന്തൊരു ബുദ്ധിമുട്ടാണ്, ഇപ്പൊ ഒരു ആത്മാർത്ഥതയില്ല, ആൾക്കാരൊക്കെ തെക്കോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താ തെക്കോട്ട് നോക്കിയിരിക്കുന്ന ഈ ഓഫീസിൽ, അതായത് എന്നാണ് തിരിച്ച് ട്രാൻസ്ഫർ കിട്ടുന്നത്, അത് തിരുവിതാംകൂറിലേക്കോ കൊച്ചിൻ പ്രദേശത്തേക്കോ അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്കോ ഒക്കെ. ഈ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ആക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനുഷ്യനെ പണിഷ്മെന്റ് ചെയ്യുക എന്നുള്ള മട്ടിലാണ് അവരെ കാണുന്നതെന്നൊക്കെ ഉള്ള മട്ടില്. പിന്നെ രണ്ടാമതൊരു സംഭവം, അത് കാരണം നമ്മുടെ പ്രൈവറ്റ്
സ്ഥാപനങ്ങൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഒരു വലിയ ഡ്രോബാക്ക് അതാണ്. പിന്നെ രണ്ടാമത് വേറൊരു പ്രശ്നം അവിടെ കിടക്കുന്ന മംഗലാപുരം ഉണ്ട്. തൊട്ടപ്പുറം കിടന്നാൽ മതി. ഓരോ കുറച്ച് മിനിറ്റുകൾ കൂടുമ്പോഴേക്കും മംഗലാപുരത്ത് ഈ വണ്ടി പോകുന്നുണ്ട്. അത് നേരത്തെ ആ സഹോദരൻ പറഞ്ഞു കൂട്ട് ഭയങ്കര ജാം പാക്ഡാണ്. ഞാൻ തന്നെ അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് ഈ വാഗൺ ട്രാജഡി പോലെ ഇതായിട്ടുള്ളത്. കാരണം അവിടെ ഉള്ളവരും മുഴുവൻ ഈ ചികിത്സയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്ന മാംഗ്ലൂർക്കാണ്. അപ്പൊ ഈ മാംഗ്ലൂർ ടു കാസർഗോഡ് ടു അതിന്റെ ഇപ്പുറം കാഞ്ഞങ്ങാട്, അങ്ങനെ ഏതാണ്ട് പയ്യന്നൂര്, ഈ അറ്റം വരയ്ക്കും ഒക്കെ ഒരുവിധം നല്ല ആൾക്കാരായിരിക്കും അത് പാസഞ്ചർ ആണെങ്കിൽ ഈ ചികിത്സയ്ക്ക് പോകുന്നവര്. അതുകൊണ്ട് വലിയ വലിയ ഹോസ്പിറ്റൽസ് ഒന്നും ഇപ്പുറത്താരും ഇടുന്നില്ല. കാരണം ഇട്ടിട്ട് എന്താ കാര്യം, അതിൽ കൂടുതൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ചികിത്സാ ഇപ്പുറത്ത് ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ജീവൻ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രോക്ക് വരികയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ അതിനുള്ള സൗകര്യമുള്ള അടുത്ത് ചെന്നാൽ അവർക്ക് സുഖമായി മടങ്ങി വരാം. അല്ലെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുന്നതോറും അവരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗം തളർന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. ഒരാൾ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള പ്രധാനപ്പെട്ട മണിക്കൂറുകളിൽ തൊട്ടടുത്ത ആശുപത്രി ഇല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? അത് വേറെ വിഷയം. അതൊക്കെ എമർജൻസി. അതല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇവരങ്ങോട്ട് ഇവിടെ നല്ല ആശുപത്രി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു നല്ല ആശുപത്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൂരെയുള്ള ആശുപത്രിയിലേക്ക്. ഇപ്പോൾ അവിടെ എല്ലാവരും മാംഗ്ലൂരിനെയാണ് എല്ലാത്തിനും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് അവർ അവിടെ പോകുന്നു. ഒരു കാലത്ത് ഇതേ അലിഗേഷൻ പാലക്കാടിനെ പറ്റി ഉണ്ടായിരുന്ന. മാറിയല്ലോ. പാലക്കാട് ഇപ്പൊ മാറി. പാലക്കാട് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന കാലത്ത് വളരെ വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപിലേക്ക് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.